Hello friends, I am Tulasi. Welcome to fourth dimension. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫേസ് ഡയഗ്രാം പഠിച്ചു. റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിലേക്ക് AC അപ്ലൈ ചെയ്താൽ അതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് പഠിച്ചു. അപ്പം നമുക്കിവിടെ അതായത് പല പല എലിമെൻസിലേക്ക് നമ്മൾ AC അപ്ലൈ ചെയ്യുന്നു. അപ്പോഴുണ്ടാകുന്ന ക്യാരക്ടറും ആ സർക്യൂട്ട് കാണിക്കുന്ന ബിഹേവിയറുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ആദ്യത്തെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അതായത് AC അപ്ലൈഡ് ടു എ റെസിസ്റ്റീവ് സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് AC വോൾട്ടേജ് അപ്ലൈഡ് ടു ആൻഡ് ഇൻഡക്ടർ. ശരിക്കും ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ കോയിൽ അതിൻ്റെ ഓമിക് റെസിസ്റ്റൻസ് നിയർലി 0 ആയിരിക്കും. അതിനെപ്പോഴും സെൽഫ് ഇൻഡക്റ്റൻസ് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ്. റെസിസ്റ്ററിനൊക്കെ റെസിസ്റ്റൻസ് എടുക്കുന്ന പോലെ എപ്പോഴും കോയിൽ നമ്മൾ മെഷർ ചെയ്യുന്നതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആയിരിക്കും. അതാണ് L. അപ്പോൾ L സെൽഫ് ഇൻഡക്റ്റൻസ് ഉള്ള ഒരു കോയിലിനെ ക്രോസ് ആയിട്ട് you are applying an AC voltage having instantaneous value V is equal to Vm sin omega t. ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഈ കോയിലിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും. ഈ കറണ്ട് ക്യാരക്ടർ അത് ചേഞ്ചബിൾ ആയിരിക്കും. AC അല്ല, അപ്പോൾ ചേഞ്ചബിൾ ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം വരും. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലേ, ബൈ പ്രോസസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ മൂലം EMF ഇൻഡ്യൂസ് ചെയ്താൽ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും നമുക്ക് നോക്കാം. L di divided by dt, where d by dt is the rate of change of current through the inductor L. ഇനി ക്രിച്ചോഫിൻ്റെ ലൂപ്പ് റൂൾ അനുസരിച്ച് ഈ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ആ ഇൻസ്റ്റൻറ്റിൽ അവിടെ എത്ര AC വോൾട്ടേജ് ഉണ്ടോ അതിന് ഈക്വൽ ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് L di by dt എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ അപ്ലൈഡ് AC വോൾട്ടേജ് Vm sin omega t. From that di divided by dt is equal to Vm divided by L into sin omega t. And for releasing the value of I, ഇത് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. അപ്പം ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഇൻ്റഗ്രൽ di divided by dt into dt is equal to റൈറ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് Vm divided by L into ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി നമുക്ക് സ്റ്റെപ്പ് നേരെ അങ്ങ് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലാണ് dt dt ക്യാൻസൽ ചെയ്താൽ പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് എഴുതുന്ന di ഇൻ്റഗ്രൽ ഓഫ് di ഈസ് ഈക്വൽ ടു Vm divided by L into വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി? ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ ഒമേഗ വിത്ത് എ നെഗറ്റീവ് സൈൻ. നമുക്കപ്പം റൈറ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ കൊടുക്കുന്ന Vm by L ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ ഒമേഗ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വരും. നമുക്കപ്പോൾ കിട്ടുന്ന പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ബട്ട് minus cos omega t is equal to sin omega t minus pi by 2. Sin omega t minus pi by 2. Then what is the value of integral di? Integral di എന്ന് പറഞ്ഞാൽ I ആയിരിക്കും. I is equal to then Vm divided by ഈ ഒമേഗ എല്ലോടെ കമ്പയർ ചെയ്താൽ ഒമേഗ എൽ. ഇനി മൈനസ് കോസ് ഒമേഗ ടി പ്ലേസ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എത്ര? സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 പ്ലസ് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. I ഈസ് ഈക്വൽ ടു Vm ഡിവൈഡ് ബൈ ഒമേഗ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 പ്ലസ് എ കോൺസ്റ്റന്റ്. ഹിയർ അക്കോർഡിംഗ് ടു ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതല്ല, അതനുസരിച്ച് ഒരു ഇക്വേഷനകത്ത് എല്ലാ ടേംസും സെയിം ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേം ആയിരിക്കും. ഈ കറണ്ട് നേച്ചർ എന്തായിരിക്കും? വേരിയബിൾ അല്ലേ. അപ്പോൾ വേരിയബിൾ ആണെങ്കിൽ തീർച്ചയായും ഇതും വേരിയബിൾ ആയിരിക്കേണ്ടത്, പക്ഷേ കോൺസ്റ്റന്റ് എന്നല്ലേ കിടക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് എത്ര എടുക്കും? 0 എന്ന് എടുക്കും. അപ്പോൾ ഈ കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ കറണ്ട് വേരിയബിൾ ആയതുകൊണ്ട് അവിടെ കോൺസ്റ്റന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ ദ വാല്യൂ സ്റ്റേ ക്ലാസ് 0. Therefore the expression for the current becomes I is equal to Vm divided by omega L into sin omega t minus pi by 2. But maximum value of voltage or peak value of voltage, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ആണിത്. അതിനെ ഒമേഗ എന്ന് പറയുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന IM ആയിരിക്കും. IM means it is the amplitude of current or peak value of current.
അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി എം ബൈ ഒമേഗ എൽ ഐ എം എന്ന് എടുത്തു കഴിഞ്ഞാൽ ദി ഇക്വേഷൻ ഓഫ് കറണ്ട് നൗ ബിക്കംസ് ഐ ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. Then there comes a term called omega L. നമുക്കറിയാം വോൾട്ടേജിനെ കറണ്ട് കിട്ടണമെങ്കിൽ അതിനെ റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന വാല്യൂ കൊണ്ട് ഡിവൈഡ്. അപ്പം ഒമേഗ എൽ ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് റെസിസ്റ്റൻസ്. നമ്മുടെ സാധാരണ റെസിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് വരുന്ന അതിന് അനലോഗസ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് ഒമേഗ എൽ. അപ്പോൾ ആ ഒമേഗ എല്ലിനെ നമ്മൾ വിളിക്കുന്ന പേര്, അതിൻ്റെ നെയിം ഒമേഗ എൽ ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയും. Omega L is called inductive reactance and it is normally represented by the letter XL. So XL is equal to omega L and this is called inductive reactance. When you compare the AC voltage applied to the inductor and the corresponding current produced in the circuit, the voltage has a phase omega t while the current has a phase omega t minus pi by 2. So we are saying that the current produced in the inductive circuit always lagging the applied voltage by a phase angle pi by 2. അപ്പോൾ ഇതിൻ്റെ ഫേസ് ലാഗ് ആണ് വരുന്നത്. ഇപ്പോൾ കറണ്ട് എപ്പോഴും ലാഗ് ചെയ്യുന്നു, വോൾട്ടേജ് അതിനേക്കാളും പൈ ബൈ 2 ഫേസ് കൂടുതലാണ്, അല്ലേ? അതിൻ്റെ മീനിങ് എന്തായിരിക്കും? അതായത് ഈ സർക്യൂട്ടിനകത്ത് അതായത് സമയം അനുസരിച്ച് ആദ്യം വേരിയേഷൻ നടക്കുന്നത് വോൾട്ടേജിനായിരിക്കും, കറണ്ടോ അതിനെ പൈ ബൈ 2 ഫേസിൽ എപ്പോഴും ലാഗ് ചെയ്യും. ഇത് ഗ്രാഫിക്കലായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വൈ ആക്സിൽ എടുത്തേക്കുന്ന വോൾട്ടേജ് ഓർ കറണ്ട് എല്ലാം എക്സ് ഡയറക്ഷൻ യു ആർ ടേക്കിംഗ് ഒമേഗ ടി. ഇതിനകത്ത് ഈ ആൾട്ടർനേറ്റീവ് വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫാണ് ഈ കൊടുത്തേക്കുന്നത്, കണ്ടില്ലേ? ഇങ്ങനെ വരച്ചിരിക്കുന്ന ഗ്രാഫ്. അവിടെ നമ്മൾ വോൾട്ടേജ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഈ ഗ്രാഫിൽ നോക്കിയാൽ ദ വോൾട്ടേജ് ഈസ് അണ്ടർഗോയിങ് എ സൈനസോഡൽ വേരിയേഷൻ, അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കറണ്ട് ഈസ് ഓൾസോ അണ്ടർഗോയിങ് എ സൈനസോഡൽ വേരിയേഷൻ ബട്ട് ഇറ്റ് ഈസ് ലാഗിങ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ പൈ ബൈ 2. അപ്പോൾ അത് ലാഗ് ചെയ്യുമ്പോൾ അതായത് നമ്മളതിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഗ്രാഫിൻ്റെ വൈ ആക്സിസ് നെഗറ്റീവ് പാർട്ടിനെ സ്റ്റാർട്ട് ചെയ്യണം, കണ്ടില്ലേ? അതിനുശേഷം ഇവിടെ വോൾട്ടേജ് 0 ആകുന്നത്, കറണ്ട് 0 ആകുന്ന മൊമെന്റ് ഇതല്ല, അതിൻ്റെ ഫേസ് വ്യത്യാസം നോക്കി എത്ര, ഇവിടെ 0യും ഇവിടെ പൈ ബൈ 2 അല്ലേ? അപ്പം അതുകൊണ്ട് ഇതിൻ്റെ 0 ആകുന്ന മൊമെന്റും ഈ കറണ്ടിൻ്റെ 0 ആകുന്ന മൊമെന്റും തമ്മിലുള്ള ഫേസ് വ്യത്യാസം പൈ ബൈ 2 വരുന്നില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് കറണ്ട് ആദ്യം 0 ആയത് വോൾട്ടേജ് ആണ്, പിന്നെ ഒരു 0 വരുന്ന ആരായിരിക്കും? ദാറ്റ് ഈസ് കറണ്ട്. അപ്പോൾ അവിടെ ഫേസ് ലാഗിങ് വരികയാണ്, അല്ലേ? അതല്ലെങ്കിൽ ഹയർ പോയിന്റ്സ് നമുക്ക് എടുത്ത് നോക്കാം. അതിൻ്റെ പീക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം വോൾട്ടേജ് മാക്സിമത്തിൽ വരുന്നു, അതിൻ്റെ ഫേസ് എത്ര? പൈ ബൈ 2. അതേസമയം കറണ്ട് മാക്സിമത്തിൽ വരുന്നതിന് ശേഷമാണ്, അപ്പോൾ ഫേസ് എത്ര? പൈ അല്ലേ? അപ്പോൾ പൈയും പൈ ബൈ 2 നമ്മൾ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് അഗൈൻ പൈ ബൈ 2. സോ ദ കറണ്ട് ഈസ് ലാഗിങ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് ആംഗിൾ പൈ ബൈ 2. അപ്പോൾ ആ ഫേസ് ലാഗിങ് വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെ ആണ് നമ്മൾ ഈ ഗ്രാഫിൽ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രാഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ അതിൻ്റെ ക്രോസിംഗ് പോയിന്റ്സുകൾ പ്രത്യേകം നോക്കിയിട്ട് മാത്രമേ ഇത് വരയ്ക്കാവുള്ളൂ. ഓക്കെ, ആ ഫേസ് ലാഗ് എപ്പോഴും ഇതിനകത്ത് ഉണ്ടാവണം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫേസർ ഡയഗ്രമാണ്. ഫേസ് ഡയഗ്രത്തിൽ എപ്പോഴും ഇതിൻ്റെ ഫേസ് നോക്കിയാൽ വോൾട്ടേജിൻ്റെ ഫേസ് ഡയഗ്രത്തിനകത്ത് ഹൊറിസോണ്ടൽ ആക്സിസ് കാണും, വെർട്ടിക്കൽ ആക്സിസ് കാണത്തില്ല, അല്ലേ? അപ്പം ഇതിനകത്ത് നമുക്ക് എ സിക്കകത്ത് എപ്പോഴും വോൾട്ടേജും ഫേസറാണ്. അത് വരയ്ക്കുന്ന വി എം വെച്ചിട്ടായിരിക്കും, മാക്സിമം വാല്യൂ വെച്ചിട്ടാണ്. കറണ്ട് ഈസ് ഓൾസോ ഫേസർ, അല്ലേ? അതിൻ്റെ മാക്സിമം വാല്യൂ വെച്ചിട്ട് മാത്രമേ നമ്മൾ ഫേസ് ഡയഗ്രം വരയ്ക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ ലൈൻ കണ്ടില്ലേ? ദിസ് ഈസ് ഫോർ വി എം, മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഫേസ് നോക്കിയാൽ വി എമ്മിൻ്റെ ഫേസ് വന്നിരിക്കുന്നത് ഒമേഗ ടി അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടലുമായിട്ട് എൻ്റെ ആംഗിൾ വന്നിരിക്കുന്നത് എത്രയ്ക്ക്? ദാറ്റ് ഈസ് ഒമേഗ ടി. ഇനി ഇവർ നമ്മളെ ഫേസ് വ്യത്യാസം, ഫേസ് ലാഗ് ചെയ്യുന്ന ആരാ? കറണ്ടാണ്. ലാഗ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കും, ഇങ്ങോട്ട് കണ്ടില്ലേ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ എത്ര ആംഗിളാണ് ലാഗ് ചെയ്തിരിക്കുന്നത്? പൈ ബൈ 2. അപ്പോൾ അതുകൊണ്ട് വോൾട്ടേജ് വി എമ്മിനെ കാണിച്ചിരിക്കുന്ന ലൈനും അവിടെ തന്നെ കറണ്ടിൻ്റെ മാക്സിമം വാല്യൂവിനെ കാണിച്ചിരിക്കുന്നത് ഫേസറാണ്. അതിനെ കാണിച്ചിരിക്കുന്ന ലൈനിടയ്ക്ക് എത്ര ആംഗിൾ വരണം? ദിസ് ആംഗിൾ ഈസ് പൈ ബൈ 2, 90 ഡിഗ്രി വരണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? പൈ ബൈ 2 മൈനസ് ഒമേഗ ടി ഈസ് ദിസ് ആംഗിൾ. പൈ ബൈ 2 ഇത് മൊത്തം ഉണ്ട്, ഇത്ര ഒമേഗ ടി വരും. അപ്പോൾ റിമൈനിങ് ആംഗിൾ എത്ര? ഒമേഗ ടി മൈനസ് പൈ ബൈ 2. പക്ഷെ അത് താഴോട്ടുള്ള മെഷർമെൻറ്റ്സ് ആയതുകൊണ്ട് നമ്മളൊരു മൈനസ് പുറത്തെടുക്കുക. സോ മൈനസ് ഒമേഗ ടി മൈനസ് പൈ ബൈ 2 നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ഫേസ് അപ്പം ഹൊറിസോണ്ടലുമായിട്ട് വരുന്ന ഫേസ് എത്രയായിരിക്കും? മൈനസ് ഒമേഗ ടി മൈനസ് പൈ ബൈ 2. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ഫേസറിൻ്റെ വൈ ആക്സിൻ്റെ പ്രൊജക്ഷൻ എപ്പോഴും അതിൻ്റെ ഇൻസ്റ്റേനിയസ് വാല്യൂ തരണമെന്നല്ലേ? ഇപ്പോൾ വി എമ്മിൻ്റെ വൈ ആക്സിൻ്റെ
പ്രൊജക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ വെച്ച് നമ്മൾ റിസോൾവ് ചെയ്താൽ ദിസ് ഈസ് വി എം സൈൻ ഒമേഗ ടി. ഈ ആംഗിളിലെ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. അത് വെച്ച് നമ്മൾ ഐ എമ്മിന്റെ കോമ്പണന്റ് റെസൊല്യൂഷൻ നടത്തിയാൽ ദിസ് ആംഗിൾ ഈസ് ഫൗണ്ട് ടു ബി ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. Next we are going to power in an inductive circuit. It means power dissipation in an inductive circuit. And for that you are considering the instantaneous value of the voltage applied to an inductor. ഇൻഡക്ടറിലേക്ക് കൊടുക്കുന്ന ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്തായിരുന്നു? വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടോ ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. By knowing the value of instantaneous value of the voltage and instantaneous current, we can find out the instantaneous power. So, instantaneous power of the inductive circuit, instantaneous power, that is equal to voltage into current. So, V into I equal to Vm sin omega t at a value കൊടുത്താൽ V യുടെ value ഇതല്ലേ, Vm sin omega t into, in the place of I we can give the value Im sin omega t, or we can write this value as sin omega t minus pi by 2. This is Vm Im sin omega t minus pi by 2. But sin omega t minus pi by 2 നമ്മൾ നേരത്തെ എടുത്തല്ലേ, ഈക്വൽ ടു minus cos omega t. So, instantaneous power the instantaneous power P is equal to, Vm Im, ഇവിടെ നമ്മൾ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു വരെ ഇതല്ലേ കൊടുക്കുന്നത്. അപ്പം ഇതിനകത്തുള്ള മൈനസ് തന്നെ ആദ്യം കൊടുക്കാം. അപ്പം മൈനസ് വി എം ഐ എം സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ബട്ട് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് സൈൻ ടു ഒമേഗ ടി. ഹാഫ് ഓഫ് സൈൻ ടു ഒമേഗ ടി. Therefore, instantaneous power P is equal to minus Vm Im divided by 2. E 2 ആണ് താഴെ വരും. Vm Im divided by 2 into sin 2 omega t. And this is expression for the instantaneous power in an inductive circuit. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ പോകുന്നേ ആവറേജ് പവർ ഓവർ എ ഫുൾ സൈക്കിൾ. ആവറേജ് പവർ നമുക്ക് പി ബാർ എന്ന് കൊടുക്കാം അല്ലേ. പി ബാർ ഈസ് ഈക്വൽ ടു മൈനസ് വി എം ഐ എം ഡിവൈഡ് ബൈ 2. ഇത് കോൺസ്റ്റൻസ് അല്ലേ, അതിനെ ആവറേജ് ചെയ്യണ്ട. പിന്നെ ആവറേജ് കൊടുക്കേണ്ടത് ആവറേജ് സിമ്പിൾ ഉണ്ട്, അതിനകത്ത് സൈൻ 2 ഒമേഗ ടി എന്ന് കൊടുക്കുക. ബട്ട് വി ക്യാൻ ഷോ ദാറ്റ് ദ ആവറേജ് വാല്യൂ ഓഫ് സൈൻ 2 ഒമേഗ ടി സിമ്പിളിനകത്ത് കൊടുത്താൽ അങ്ങനെ വായിക്കുന്ന കണ്ടോ, ആവറേജ് വരെ സൈൻ 2 ഒമേഗ ടി ഓവർ എ ഫുൾ സൈക്കിൾ ഈസ് ഓൾവേസ് 0. Therefore, the average power dissipation in an inductor or average power in an inductor is equal to 0. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഒരു ഇൻഡക്ടറിലേക്ക് നമ്മൾ എ സി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് പവർ കൺസപ്ഷൻ ഇല്ലെന്നാണ്. അതായത് പവർ ഡിസിപ്പേഷൻ ഇല്ല, എത്ര എനർജി നമ്മൾ കൊടുക്കുന്നോ അത് തന്നെ എന്തായിരിക്കും അതിലേക്ക് തിരിച്ചു പോരും. മനസ്സിലായില്ലേ? ഓക്കെ. നെക്സ്റ്റ് ഈസ് എ സി അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ. ഈ ഫിഗറിനകത്ത് നമ്മൾ കാണുന്ന സി എന്ന് പറഞ്ഞൊരു കപ്പാസിറ്ററാണ്. നമുക്ക് കപ്പാസിറ്ററിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ട്. ഇലക്ട്രിക്കൽ സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് കപ്പാസിറ്ററിനെ കുറിച്ച് ഞങ്ങൾ വിശദമായി പഠിച്ചിട്ടില്ലേ. അങ്ങനെ ഒരു കപ്പാസിറ്ററാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ കപ്പാസിറ്റി സി ആണ്. ഈ കപ്പാസിറ്ററിലേക്ക് വി ആർ അപ്ലൈയിങ് ആൻ എ സി വോൾട്ടേജ് ഹാവിങ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ വി ഇസ് വി എം സൈൻ ഒമേഗ ടി. അങ്ങനെ നമ്മളൊരു എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഈ കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ പ്ലേറ്റുകൾക്ക് അക്വയർ ചെയ്യുന്ന ചാർജ് നമ്മൾ ക്യൂ എന്ന് അസ്യൂം ചെയ്താൽ ഈ ക്യൂ ചാർജ് ഈ പ്ലേറ്റുകൾ അക്വയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിച്ച് ഇസ് ഗിവൺ ബൈ വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി. V is equal to Q by C. This is a PD across the plates of the capacitor
at an instant after applying the AC voltage. ഈ Q by C എന്ന് പറയുന്ന ഇത്രയും വോൾട്ടേജ് അതിൻ്റെ across ഡെവലപ്പ് ചെയ്യുമ്പോൾ by Kirchhoff's loop rule, this instantaneous value of the voltage across the capacitor is equal to instantaneous value of the applied voltage. So we can write Q by C is equal to Vm sin omega t. And from that Q is equal to Vm into C into sin omega t. By knowing the charge, how can you find out the current? The current is given by the rate of flow of charge. So I is equal to current through the capacitor circuit at instant is given by I is equal to dq divided by dt equal to d by dt of Vm into C into sin omega t. But what is the value of sin omega t? And then we can write the equation as equal to Vm C into d by dt of sin omega t. But what is the value of d by dt of sin omega t? But d by dt of sin omega t is equal to omega cos omega t. Therefore, the equation for instantaneous current becomes I is equal to Vm into, ഇവിടെ നമ്മുടെ substitution Vm into C into, in the place of d by dt of sin omega t, we are giving the value omega cos omega t. And so I is equal to Vm into omega C into cos of omega t is equal to sin omega t plus pi by 2. Sin 90 plus theta cos theta. അല്ലേ, അപ്പോൾ cos omega t is equal to sin omega t plus pi by 2. Therefore, I becomes Vm omega c into sin omega t plus pi by 2. Then we are giving some modification in the equation. I is equal to, we are bringing this omega c as Vm divided by 1 by omega c. ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പം നമ്മൾ റെസിപ്രോക്കൽ കണ്ടാൽ തിരിച്ച് ഒമേഗ സി ബോളിലേക്ക് പൊക്കോളും അല്ലേ. അപ്പോൾ നമുക്ക് വി എം ഡിവൈഡ് ബൈ 1 by omega c into sin omega t plus pi by 2. But here Vm is the maximum value of voltage and you are dividing that maximum value of voltage with a term 1 by omega c. Then there Vm divided by 1 by omega c is equal to Im, the peak current. The peak current. Therefore, I is equal to Im sin omega t plus pi by 2. Sin omega t plus pi by 2. And this is the expression for the current passing through the capacitor. But here we can see 1 by omega c comes in the place of resistance. It is analogous to resistance. So 1 by omega c can be taken as xc and this is called a capacitive reactance. And this capacitive reactance has the same unit as that of the resistance. So the unit of xc is O. And also it has the same dimension as that of the resistance. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റും റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷനുമാണ് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസിന് കൊടുക്കുക. നേരത്തെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന് അത് തന്നെയായിരുന്നു. അപ്പം ഏത് റിയാക്ടൻസ് ആയാലും അതിൻ്റെ യൂണിറ്റും ഡയമെൻഷനും ആരുടെ തന്നെയായിരിക്കും? റെസിസ്റ്റൻസിൻ്റെ തന്നെയായിരിക്കും. When you compare the AC voltage V is equal to Vm sin omega t given to a capacitor and the corresponding current produced, that is Im sin omega t plus pi by 2. The current is found to be leading the voltage by a phase angle pi by 2. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? അതായത് ഈ സർക്യൂട്ടിനകത്ത് ആദ്യം വേരിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കറണ്ടിനായിരിക്കും, വോൾട്ടേജിന് അതിന് പുറകിൽ മാത്രമേ വേരിയേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഫേസ് വ്യത്യാസം എത്ര വരും? പൈ ബൈ 2 ഫേസ് വ്യത്യാസത്തിലാണ് അവിടെ വോൾട്ടേജ് കറണ്ടിനെ ലാഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഗ്രാഫ് വരച്ച് കാണിക്കുകയാണ്. ഈ ഗ്രാഫ് വരയ്ക്കുന്നതിനകത്ത് വോൾട്ടേജ് ഓർ കറണ്ട് ഈസ് ടേക്കൺ അലോങ് ദ വൈ ഡയറക്ഷൻ ആൻഡ് ഒമേഗ ടി ദ ഫേസ് ഈസ് ടേക്കൺ അലോങ് ദ എക്സ് ഡയറക്ഷൻ. ഇവിടെ ഫേസ് കണ്ടില്ലേ? 0, പൈ ബൈ 2, പൈ, 3 പൈ ഡിവൈഡ് ബൈ 2, 2 പൈ. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 0 to 2 പൈ അല്ലേ വരുന്നത്. അതിനകം വേരിയേഷൻ ശ്രദ്ധിച്ചേ, വോൾട്ടേജിൻ്റെ വേരിയേഷൻ നടക്കുന്ന കണ്ടില്ലേ? കണ്ടിന്യൂസ് ലൈൻ കാണിക്കുന്നത് വേരിയേഷൻ, സൈനുസോയിഡൽ വേരിയേഷൻ ഓഫ് ദ വോൾട്ടേജ് ആണ്. എന്നാൽ ഈ
ബ്രേക്ക് ചെയ്ത ലൈൻ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഡോട്ടൽ ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന കറണ്ടിൻ്റെ വേരിയേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി, അതായത് ഈ കറണ്ട് മാക്സിമത്തേന്ന് 0 എത്തുകയാണ്, കണ്ടല്ലേ. അപ്പോൾ വോൾട്ടേജ് 0 നിന്ന് മാക്സിമത്തിലേക്ക് എത്തുന്നല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ 0യും ഇതിൻ്റെ മാക്സിമം, ഈ വോൾട്ടേജിൻ്റെ 0യും കറണ്ടിൻ്റെ 0 ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എത്ര ഫേസ് വ്യത്യാസമുണ്ട്? π/2 ഇല്ലേ. ആർക്കാണ് ഫേസ് മുന്നിൽ നിൽക്കുന്ന ആർക്കായിരിക്കും? കറണ്ടിനല്ലേ. ഈ വോൾട്ടേജ് 0 ഫേസ് പുറകിൻ്റെ വരുന്നേ അല്ലേ. അതുകൊണ്ട് π/2 ആരും ലീഡ് ചെയ്യും? അതായത് കറണ്ട് ലീഡ് ചെയ്യുന്നു. സോ I Im sin omega t plus π/2 reveals that in a capacitive circuit the current leads the voltage by a phase angle π/2. അതാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഫേസ് ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന VM മീൻസ് മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്, ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദ ഫേസർ ഹാവിംഗ് ദ ഫേസ് ഒമേഗ ടി. വിഎമ്മിൻ്റെ ഫേസ് നോക്കി, ഒമേഗ ടി അല്ലേ. അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് കാണിച്ചിരിക്കുന്ന ഫേസ് ഇതാണ്. ഈ ആംഗിൾ വെച്ച് വി എമ്മിനെ നമ്മൾ റിസോൾവ് ചെയ്തപ്പോൾ കിട്ടിയ കോമ്പോണൻറ്റ് കണ്ടല്ലോ, VM sin omega t. ഒരു ഫേസറുടെ നിയമം അതാണ്. വെർട്ടിക്കൽ കോമ്പോണൻറ്റ് ഷുഡ് റെപ്രസെൻറ്റ്സ് ഇറ്റ്സ് സൈനസോഡൽ വേരിയേഷൻ നിയമമുണ്ട്. അപ്പം VMൻ്റെ സൈനസോഡൽ വേരിയേഷൻ ആണ് VM sin omega t. ഇതിൽ നിന്നും π/2 ലീഡിങ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ VMൻ്റെ ഡയറക്ഷനിൽ നിന്ന് π/2 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 90 ഡിഗ്രി ആംഗിളിലാണ് IM നിൽക്കുന്നത്. ദാറ്റ് ഈസ് മാക്സിമം കറണ്ട്. ഇവിടെ നമ്മുടെ ഫിഗറിനകത്ത് കണ്ടല്ലോ, ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻ ഓഫ് VM ആൻഡ് ഡയറക്ഷൻ ഓഫ് IM ഈസ് π/2. ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ ഫേസ് വരുന്ന ഈ ഒമേഗ ടിയും വരും, പിന്നെ π/2 വന്നാൽ ടോട്ടൽ ഫേസ് ഒമേഗ ടി പ്ലസ് π/2 വരത്തില്ലേ. അപ്പോൾ ആ ഒമേഗ ടി പ്ലസ് π/2 എന്ന് പറഞ്ഞ ഫേസ് ആംഗിൾ വെച്ച് IMനെ റിസോൾവ് ചെയ്താൽ അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് IM sin omega t plus π/2. Just is power in a capacitive circuit. In a capacitive circuit, the instantaneous value of voltage is given by V is equal to VM sin omega t. Then what is the equation for instantaneous value of current passing through the capacitor? That is I is equal to Im sin omega t plus π/2. And this is the value of instantaneous value of voltage, and this is the value of instantaneous current. So when you are multiplying the voltage with the current, you are getting instantaneous power. So the instantaneous power P is equal to instantaneous voltage into instantaneous current. So P is equal to, here VM Im sin omega t plus π/2, then sin omega t. ഒരു ഓർഡറിലങ്ങ് അറേഞ്ച് ചെയ്ത് തന്നേ ഉള്ളൂ അല്ലേ. ബട്ട് വാട്ട് ഈസ് ദ വാല്യൂ sin omega t plus π/2? ബട്ട് sin omega t plus π/2 equal to cos omega t. So our equation becomes P is equal to VM Im then cos omega t sin omega t. You know, cos omega t sin omega t is equal to half of sin 2 omega t. Therefore, the power P is equal to VM Im divided by 2 into sin 2 omega t. This is only the power that is instantaneous. Instantaneous പവറിൻ്റെ ഇക്വേഷൻ മാത്രമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കിനി ആവശ്യം എന്താ? ഒരു ഫുൾ സൈക്കിളിൽ എത്ര പവർ കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് അറിയണ്ട അല്ലേ. അപ്പോൾ ഇൻസ്റ്റൻസ് പവറിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻസ്റ്റൻസ് പവറിൽ നിന്ന് ഫുൾ സൈക്കിൾ പവർ കണ്ടുപിടിക്കാൻ്റെ ആവറേജിലേക്കാണ് നമ്മൾ പോകുന്നത്. Therefore, power consumed in a full cycle that is P average is equal to VM Im divided by 2 into average of, these are constants, so average is taken only for sin 2 omega t. അപ്പോൾ നമുക്ക് sin 2 omega t. But for a full cycle, the value of average value of sin 2 omega t is equal to 0. For a full cycle, the value of sin 2 omega t is equal to 0. Therefore, the average power consumption during one cycle P bar is equal to 0. So, capacitor is not consuming any power during a full cycle. അപ്പം പവർ കൺസ്യൂം ചെയ്യാത്ത, ഒരു ഫുൾ സൈക്കിൾ പവർ കൺസ്യൂം ചെയ്യാത്ത അല്ലെങ്കിൽ പവർ 0 ആകുന്ന ആർക്കൊക്കെ ആയിരിക്കും? ഇൻഡക്റ്റീവ് സർക്യൂട്ടിനും
കപ്പാസിറ്റീവ് സർക്യൂട്ടും ആയിരിക്കും. റെസിസ്റ്റീവ് സർക്യൂട്ടിനകത്ത് ഒരിക്കലും പവർ കൺസപ്ഷൻ നമുക്ക് ഒരു ഫുൾ സൈക്കിൾ ഒരിക്കലും 0 ആകില്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. നമ്മൾ കഴിഞ്ഞ ആദ്യം പഠിച്ചിരിക്കുന്നതല്ലേ അല്ലേ. അപ്പം അതുകൊണ്ട് ഇത് പവർ കൺസ്യൂം ചെയ്യാത്ത എലിമെൻറ്റ്സ് ആണ് ആരൊക്കെ? കപ്പാസിറ്ററും ഇൻഡക്ടറും. നമ്മുടെ ക്ലാസ് ഇവിടെ ഇന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.